ഇടുക്കി ജില്ലയിലേക്കാണ് രാഹുൽ വിജയൻ തത്സമയം വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കി ജില്ല കേരള കോൺഗ്രസിന് അവിടെയും വലിയ സാന്നിധ്യമുള്ളതാണ്, സ്വാധീനമുള്ള ഇടമാണ്. ഏത് തരത്തിലേക്കാണ് അവിടെ ഇത്തവണ മത്സരം? നമുക്കറിയാം ഇടുക്കിയിലും LDF-ന് അപ്രമാദിത്വമുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇത്തവണ UDF-നുണ്ടോ? BJP-യുടെ സാധ്യത എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കട്ടപ്പനയിൽ നമ്മൾ കൊട്ടിക്കലാശം ഉണ്ട് എന്ന് അവർ പറയുകയും അതൊക്കെ നമ്മൾ കണ്ടതാണ്, ആ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇന്ന് എന്താണ് അവസാന മണിക്കൂറുകളിൽ റോഡ് ഷോകൾ ഒക്കെയാണോ നടക്കുന്നത്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസുകളുടെ ഒരു സ്വാധീനം എത്രത്തോളം ഇപ്പോഴും ഇടുക്കിയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ൽ നിന്ന് കേരള കോൺഗ്രസ് എം പോയതിനു ശേഷം വലിയൊരു തിരിച്ചടി UDF-ന് നേരിടേണ്ടി വന്നിരുന്നു. കാരണം പല പഞ്ചായത്തുകളിലും ഭരണം നഷ്ടമായിരുന്നു. 52 പഞ്ചായത്തുകളിൽ 32 LDF അധികാരത്തിൽ വന്നു. 21 മാത്രമാണ് ഈ UDF ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഭരണം നഷ്ടമായി. 2 മുനിസിപ്പാലിറ്റികളിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 5 കൊല്ലം UDF ഭരിച്ചു പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ തൊടുപുഴ നഗരസഭയിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതിവിശേഷം. ആദ്യഘട്ടത്തിൽ തന്നെ UDF-ന് വലിയ മേൽക്കോയ്മയുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയുടെ ഭരണം 2020-ൽ തന്നെ നഷ്ടമാകുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലെത്തിയപ്പോഴാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം കാരണം അവർക്ക് വീണ്ടും അധികാരം നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഏറ്റവും അവസാനത്തെ ലാപ്പിൽ 6 മാസ കാലയളവിൽ UDF-ന്റെ ദീപക് ചെയർമാനായി വരികയൊക്കെ ചെയ്തു. അതൊക്കെ കണ്ടതാണ്. പക്ഷേ ഇത്തവണത്തെ സാഹചര്യം ഒട്ടും വിപരീതമല്ല. പല മുനിസിപ്പാലിറ്റികളിലും കട്ടപ്പനയാണെങ്കിലും തൊടുപുഴയാണെങ്കിലും 2 മുനിസിപ്പാലിറ്റികളിലും വിമത ശല്യം രൂക്ഷമാണ്. നേരത്തെ വിമതന്മാരുടെ എണ്ണം കൂടുതലായിരുന്നെങ്കിൽ ഇത്തവണ എണ്ണം കുറവുണ്ട്. പക്ഷേ ശക്തരായ വിമതരാണ്. വോട്ട് സ്വാധീനമുള്ള അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കാൻ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളാണ് വിമതരായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് UDF-നെ വലിയ തലവേദനയായി മാറുന്നുണ്ട്. മറിച്ച് LDF ആണെങ്കിൽ നിലവിലുള്ള മേൽക്കൈ നിലനിർത്താൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തന്നെ രംഗത്തിറക്കിയാണ് 2 ഡിവിഷനുകളിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥികളാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ LDF നിർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്ത് വില കൊടുത്തും നിലവിലെ മേൽക്കൈ നിലനിർത്തുക, അതാണ് LDF-ന്റെ ഒരു തന്ത്രമെന്ന് പറയുന്നത്. മറിച്ച് NDA-യുടേത് ഇവിടെ കൂടുതൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ ആളുകളിലേക്ക് NDA-ക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക, അല്ലെങ്കിൽ അത്തരമൊരു ധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ, ഭൂപതിവ് ഭേദഗതി ചട്ട ബില്ല് അത് നിയമസഭയിൽ പാസ്സാക്കി. അതുൾപ്പെടെ പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് UDF മുന്നോട്ട് വരുന്നത്. അത് വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നില്ല അത്തരമൊരു വാഗ്ദാനം, അത്തരമൊരു ബില്ല്. അത് ആളുകൾക്ക് പ്രയോജനപ്പെടില്ല എന്ന് UDF ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ NDA-യും പറയുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ബില്ല്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ബില്ല് എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് LDF-ഉം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നലെ കട്ടപ്പന നഗരസഭയിൽ കൊട്ടിക്കലാശം LDF-ന്റെയും NDA-യുടെയും കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ തൊടുപുഴയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ മൊത്തം വിജനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്, ഒരു സാഹചര്യമാണ്, ഒരു അന്തരീക്ഷമാണ്. കാരണം ആളുകളൊക്കെ അവസാന ലാപ്പിലും കൊട്ടിക്കലാശത്തിൻ്റെ, നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആഘോഷം കാണുന്ന പോലെയല്ല, അല്ലെങ്കിൽ നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കൊട്ടിക്കലാശം എന്നൊക്കെ പറയുമ്പോൾ ഈ സമയം തന്നെ വലിയ ആളും ആരവും എല്ലായിടത്തും നിറയെ ആളുകളൊക്കെ ഉണ്ടാകും. വലിയ പാട്ടും മേളവും അതുപോലെ തന്നെ ബൈക്കിൻ്റെ റാലിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർഡുകളിൽ തന്നെ ഒരു കൊട്ടിക്കലാശം ചെറിയ തോതിൽ, പലയിടത്തും വാഹന പ്രചരണ ജാഥയോ അല്ലെങ്കിൽ ആളുകൾ കൂടിയുള്ള ജാഥയോ ഒന്നും തന്നെ ഇല്ല. രാഹുൽ, ഇപ്പോൾ ഇന്നലെ തന്നെ ഈ കൊട്ടിക്കലാശം നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഈ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടാകില്ല, കടകളൊക്കെ അടഞ്ഞു കിടക്കും, ഇന്ന് തന്നെ നടത്താമെന്ന് പറഞ്ഞാണ് ഇന്നലെ കൊട്ടിക്കലാശം നടത്തിയത്. ആ രീതിയിലേക്കുള്ള കാഴ്ചകളാണോ നമ്മളിപ്പോൾ അവിടെ കാണുന്നത്, വിജനമായ റോഡുകളും മറ്റും? അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. എന്തായാലും ഇന്നലെ കട്ടപ്പനയിൽ LDF-ഉം NDA-യും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ ആളുണ്ടായിരുന്നു, കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു, കൊട്ടിക്കലാശം കാണാനാണെങ്കിലും ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ UDF-ന്റെ കൊട്ടിക്കലാശം കട്ടപ്പനയിലുണ്ട്. പക്ഷേ അവിടെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, കൂടുതൽ ആളുകൾ എത്തില്ല. മലയോര മേഖലയാണ്, പല സ്ഥലങ്ങളിലും ഞായറാഴ്ച അവധി കിട്ടി വരുന്ന ആളുകളുണ്ട്. ഇനി അടുത്ത ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ അവധിക്ക് വരാൻ വേണ്ടിയുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർ പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. തൊടുപുഴയിലാണെങ്കിലും ലോ റേഞ്ചിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈകിട്ടോടുകൂടി ചെറിയ തോതിൽ തൊടുപുഴ നഗരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ചെറിയ ബൈക്ക് റാലിയോ അങ്ങനെ എന്തെങ്കിലും വാദ്യമേളങ്ങളുടെ ഒരു പ്രകടനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. നിലവിൽ എന്തായാലും ശാന്തമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്ന ഒരു അന്തരീക്ഷമില്ല. എല്ലാവരും വീടിനകത്താണ്. സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ
പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കളൊക്കെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.